Okay, അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത് 25000 രൂപയ്ക്ക് താഴെ നമുക്ക് ബിൽഡ് ചെയ്യാൻ പറ്റിയ ഒരു ഫ്യൂച്ചർ പ്രൂഫ് ആയിട്ടുള്ള ഒരു ഗെയിമിംഗ് PC ആണ്. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ പറയുന്ന എല്ലാ PC പാർട്സിന്റെയും ബൈയിങ് ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അവിടെ പോയി ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ ഒരു PC ബിൽഡ് ഫ്യൂച്ചർ പ്രൂഫ് ആണെന്ന് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ നമുക്ക് ചെറിയ രീതിയിൽ അപ്ഗ്രേഡ് ചെയ്ത് നമുക്ക് സ്ട്രീമിങ്ങിനും ഈ ഒരു PC യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. So, that's why we use PC build using the processor i3 10th generation processor. 10100 in the processor. This is a 4-core 8-thread processor. We use processor base clock 3.60 GHz, turbo 4.30 GHz. അപ്പോൾ നമുക്ക് ഈ ഒരു പ്രോസസ്സറിനകത്ത് ഇൻബിൽഡ് ആയിട്ട് UHD 630 ഗ്രാഫിക്സ് കിട്ടുന്നുണ്ട്. എന്തുകൊണ്ടും GT 710നെക്കാളും കുറച്ചുകൂടെ ബെറ്റർ ആയ ഒരു ഗ്രാഫിക്സ് തന്നെയാണ് നമുക്ക് ഈ ഒരു പ്രോസസ്സറിനകത്ത് ഇൻബിൽഡ് വരുന്ന ഗ്രാഫിക്സ്. അപ്പോൾ നിങ്ങൾക്ക് പൊതുവെ ബെഞ്ച് മാർക്സ് കാണുമ്പോൾ മനസ്സിലാവും UHD 630 GT 710നെക്കാളും നമുക്ക് ബെറ്റർ പെർഫോമൻസ് കിട്ടുന്നുണ്ട്. GTA 5 നമ്മൾ 720p മീഡിയം സെറ്റിംഗ്സ് കളിക്കുകയാണെങ്കിൽ പോലും നമുക്ക് UHD 630 ഗ്രാഫിക്സ് കാർഡിൽ അറൗണ്ട് ഒരു 45 to 50 ഫ്രെയിംസ് FPS കിട്ടുന്നതാണ്. പക്ഷേ നമ്മൾ GT 710ൽ നമുക്ക് 720p മീഡിയം സെറ്റിംഗ്സ് കളിക്കുകയാണെങ്കിൽ 40 തന്നെ കഷ്ടിച്ചായിരിക്കും കിട്ടുന്നത്. അപ്പോൾ എന്തുകൊണ്ടും GT 710നെക്കാളും UHD 630 ഗ്രാഫിക്സ് കാർഡ് തന്നെയാണ് ബെറ്റർ. അപ്പോൾ നമുക്ക് ഗെയിമിങ്ങിന് അത്യാവശ്യം ഒരു 25K ബഡ്ജറ്റിൽ പറ്റിയ ഒരു ഗ്രാഫിക്സ് ആണ് ഈ ഒരു പ്രോസസ്സറിനകത്ത് ഇൻബിൽഡ് വരുന്നത്. അടുത്ത നമ്മൾ ഈ ഒരു PC ബിൽഡ് യൂസ് ചെയ്യുന്ന മദർ ബോർഡ് എന്ന് പറയുന്നത് ഗാലക്സിൻ്റെ H410 എന്ന് പറയുന്ന മദർ ബോർഡാണ്. നമുക്ക് ഈ ഒരു മദർ ബോർഡിനകത്ത് ഇൻബിൽഡ് വൈഫൈ വരുന്നില്ല. നമുക്ക് 2 RAM സ്ലോട്ടാണ് വരുന്നത്. നമുക്ക് 32GB വരെ RAM അപ്ഗ്രേഡ് ചെയ്യാൻ സാധിക്കുന്നതാണ്. പിന്നെ നമുക്ക് ഈ ഒരു മദർ ബോർഡിനകത്ത് NVMe സപ്പോർട്ട് വരുന്നുണ്ട്. അപ്പോൾ ഈ ഒരു മദർ ബോർഡിൽ നമുക്ക് ഇൻബിൽഡ് വൈഫൈ വരാത്തതുകൊണ്ട് തന്നെ നമുക്ക് TP-Linkൻ്റെ PCIe വൈഫൈ കാർഡ് യൂസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഡോങ്കിൾ മറ്റേ USB ടൈപ്പ് വൈഫൈ യൂസ് ചെയ്യാവുന്നതാണ്. പക്ഷേ അതൊരിക്കലും നമുക്ക് സ്പീഡ് തരുന്നതല്ല. അതിനേക്കാൾ എന്തുകൊണ്ട് ബെറ്റർ നമുക്ക് PCIe വൈഫൈ കാർഡ് തന്നെയാണ്. അതായത് നമ്മുടെ മദർ ബോർഡിൽ ഇൻബിൽഡ് വരുന്ന വൈഫൈയുടെ സെയിം സ്പീഡ് തന്നെയാണ് നമുക്ക് PCIe വൈഫൈ കാർഡിൽ ലഭിക്കുന്നത്. അറൗണ്ട് ഒരു 800 രൂപ വരെ വരുന്നുള്ളൂ. അപ്പോൾ ഈ ഒരു വൈഫൈ കാർഡ് എൻ്റെ കയ്യിൽ നേരത്തെ ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു റിവ്യൂ ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു. പക്ഷേ കറൻ്റ് ഇപ്പോൾ പ്രൊഡക്റ്റ് എൻ്റെ കയ്യിലില്ല. അല്ലെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റെ ഒരു സ്പീഡ് ടെസ്റ്റ് ഞാൻ കാണിച്ചു തരായിരുന്നു. ഒരു 350 Mbps ആണ് നമുക്ക് ഈ ഒരു TP-Linkൻ്റെ വൈഫൈ കാർഡിൽ വരുന്ന സ്പീഡ്. അപ്പോൾ അറൗണ്ട് നമുക്കൊരു 100 Mbps സ്റ്റേബിളായിട്ട് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഇൻബിൽഡ് വരുന്ന മദർ ബോർഡിൽ ഇൻബിൽഡ് വരുന്ന വൈഫൈ പോലെ തന്നെയാണ് ഈ ഒരു PCIeയിൽ നമ്മൾ കണക്ട് ചെയ്ത് യൂസ് ചെയ്യുന്ന വൈഫൈ കാർഡ്. സോ അടുത്ത നമ്മൾ ഈ ഒരു PC ബിൽഡ് യൂസ് ചെയ്യുന്ന RAM എന്ന് പറയുന്നത് ക്രൂഷ്യലിലെ 8GB 2666 MHz RAM ആണ്. അപ്പോൾ ഈ ഒരു റാമിനകത്ത് നമുക്ക് ഹീറ്റ് സിങ്ക് വരുന്നില്ല. ഇതൊരു 25K ബഡ്ജറ്റിൽ നമുക്ക് ചെയ്യാവുന്നതായതുകൊണ്ട് തന്നെ നമുക്ക് ഹീറ്റ് സിങ്ക് ഉള്ള RAM ചൂസ് ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടെ ബഡ്ജറ്റ് കയറുന്നതായിരിക്കും. അത്യാവശ്യം നമുക്ക് കുഴപ്പമൊന്നുമില്ലാതെ യൂസ് ചെയ്യാൻ പറ്റിയ ഒരു റാം തന്നെയാണ്. 2666 MHz വരെ മാക്സിമം ഇന്റലിൻ്റെ 10th ജനറേഷൻ ബഡ്ജറ്റ് സീരീസ് വരുന്ന പ്രൊസസ്സർ സപ്പോർട്ട് ചെയ്യത്തുള്ളൂ. അപ്പോൾ നമുക്കിതൊരു സഫീഷ്യൻ്റ് ആയ ഒരു റാം തന്നെയാണ്. സോ അടുത്ത നമ്മൾ ഈ ഒരു PC ബിൽഡിന് യൂസ് ചെയ്യുന്ന സ്റ്റോറേജ് എന്ന് പറയുന്നത് WDയുടെ ബ്ലൂ എന്ന് പറയുന്ന NVMe 500GB NVMe ആണ് ഇവിടെ യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്കിവിടെ 240GB യൂസ് ചെയ്യാൻ പറ്റാത്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 240GB എടുത്താൽ നമുക്ക് 1TB ഹാർഡ് ഡിസ്ക് ആഡ് ചെയ്യേണ്ടി വരും. പക്ഷേ ഈ ഒരു 25K ബഡ്ജറ്റിൽ നമുക്കത് പറ്റാത്തതുകൊണ്ട് 500GB NVMe ആണ് ഇവിടെ എടുത്തേക്കുന്നത്. നമുക്ക് അത്യാവശ്യം GTA 5 അല്ലെങ്കിൽ ചെറിയ കുഴപ്പമില്ലാത്ത ഗെയിംസൊക്കെ നമുക്ക് ഈ ഒരു സ്റ്റോറേജിൽ സഫീഷ്യൻ്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു NVMeയുടെ റീഡ് ആൻഡ് റൈറ്റ് സ്പീഡ് വരുന്നത് 2400 അത് 1750 ആണ്. അപ്പോൾ നമുക്ക് അത്യാവശ്യം സ്റ്റോറേജ് ഈ ഒരു NVMeയിൽ ഉണ്ടാകുന്നതാണ്. സോ അടുത്ത നമ്മൾ ഈ ഒരു PC ബിൽഡിൽ പവർ സപ്ലൈയും ക്യാബിനറ്റ് യൂസ് ചെയ്തിരിക്കുന്ന ഫിംഗേഴ്സിൻ്റെ ബ്രൂണോ S5 എന്ന് പറയുന്ന ക്യാബിനറ്റാണ്. നമുക്ക് ഈ ഒരു ക്യാബിനകത്ത് ഇൻബിൽഡ് SMPSും വരുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് RGB സ്ട്രിപ്പ് ഫ്രണ്ടിൽ വരുന്നുണ്ട്. അപ്പോൾ ചെറിയൊരു RGB വേണമെന്നുള്ളവർക്കും അതൊരു നല്ല യൂസ്ഫുൾ ആയ ഒരു കാര്യമാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് RGB വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുറച്ചുകൂടെ ബഡ്ജറ്റ് കുറഞ്ഞ ഫിംഗേഴ്സിൻ്റെ ആക്സൻ എന്ന് പറയുന്ന C3 എന്ന് പറയുന്ന ക്യാബിനറ്റ് യൂസ് ചെയ്യുന്നതാണ്. അതിൽ നമുക്ക് ഇൻബിൽഡ് ആയിട്ട് SMPS വരുന്നുണ്ട്. അല്ലെങ്കിൽ തന്നെ നമ്മൾ സെബ്രോണിക്സിൻ്റെ ക്യാബിനകത്തും നമുക്ക് ഇൻബിൽഡ് ആയിട്ട് SMPS വരുന്ന ക്യാബിനറ്റ് ചൂസ് ചെയ്യാവുന്നതാണ്. ആ ഒരു ക്യാബിനറ്റിൻ്റെ പ്രൈസും അറൗണ്ട് ഒരു 1800-2000 ആ ഒരു പ്രൈസ് റേഞ്ചിൽ വരത്തുള്ളൂ. നമുക്ക് എന്തായാലും ഒരു 25K ബഡ്ജറ്റിൽ പറ്റുന്ന ഒരു PC ബിൽഡ് തന്നെയാണിത്. യാതൊരു രീതിയിലുള്ള പ്രശ്നങ്ങളുമില്ല. പക്ഷേ നമുക്ക് ഫ്യൂച്ചറിൽ സ്ട്രീം ചെയ്യണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്കൊരു ഗ്രാഫിക്സ് കാർഡ് പ്രൈസ് ഇപ്പോഴത്തെ ഗ്രാഫിക്സ് കാർഡിൻ്റെ പ്രൈസ് വളരെ ഹൈ ആണ്. അപ്പോൾ ഫ്യൂച്ചറിൽ നമുക്കൊരു 1650 സൂപ്പറോ ആഡ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു പ്രോസസ്സർ നമുക്ക് ബോട്ടിൽ നെക്കൊന്നും വരുന്നതല്ല. ഈ ഒരു പ്രോസസ്സർ വെച്ച് നമുക്ക് സ്ട്രീം ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു ഡൗട്ട് ഒരുപാട് പേർക്കുണ്ടാവും. പക്ഷേ നമ്മൾ സ്ട്രീം ചെയ്യുന്നത് ഗ്രാഫിക്സ് കാർഡിൻ്റെ NVENC എൻകോഡർ വെച്ചാണ് നമ്മൾ സ്ട്രീം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഈ i3 പ്രോസസ്സർ ആയതുകൊണ്ട് യാതൊരു ലാഗും സ്ട്രീമിങ്ങിന് ഉണ്ടാകുന്നതല്ല. അപ്പോൾ ഫ്യൂച്ചറിൽ ഒരു ഗ്രാഫിക്സ് കാർഡ് ആഡ് ചെയ്യണമെങ്കിൽ നമുക്ക് സ്ട്രീമിങ്ങിനും ഈ ഒരു PC യൂസ് ചെയ്യാവുന്നതാണ്. സോ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് അടിക്കുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്തൊരു വീഡിയോ കാണുന്നതായിരിക്കും.